ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ എയർടെലിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന LNBയെ കുറിച്ചും അതേപോലെ തന്നെ എയർടെൽ ഓൺലൈൻ വാങ്ങുന്നതിനെ കുറിച്ചും അതേപോലെ ഇതിൻ്റെ ട്രാക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഒരുപാട് ആൾക്കാരുടെ സംശയങ്ങളും അതേപോലെ തന്നെ കമൻറ്റുകളുടെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മുടെ എയർടെലിൻ്റെ വെബ്സൈറ്റാണ്. ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓരോ സെറ്റ് ടോപ്പ് ബോക്സിനെ കുറിച്ചിട്ടുള്ളത് കാണിച്ചിട്ടുണ്ട്. ഡോൾബി ഡിജിറ്റലാണ് നമ്മുടെ HD സെറ്റ് ടോപ്പ് ബോക്സ് എയർടെലിൻ്റെ. 1300 രൂപയ്ക്ക് ഇത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ബുക്ക് ചെയ്ത് ഡയറക്റ്റ് ഓൺലൈൻ സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ എക്സ്ട്രീം ബേസിക് എന്ന അതിനകത്ത് നമുക്ക് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉള്ളതുപോലെ തന്നെ അതിന് എക്സ്ട്രാ ക്രോംകാസ്റ്റ് എന്നത് ഇൻബിൽറ്റ് ക്രോംകാസ്റ്റ് എന്ന് അവൈലബിൾ ആണ്. അതേപോലെ എക്സ്ട്രീം പ്രീമിയം എന്ന ബോക്സിനകത്ത് നമുക്ക് ലഭിക്കുന്നത് ക്രോംകാസ്റ്റ് എന്ന ഒരു ഓപ്ഷൻ അതിനകത്തും നമുക്ക് ലഭിക്കുന്നുണ്ട്. കുറച്ചുകൂടി കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ എയർടെലിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ DTH കണക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ സ്ഥലത്ത് നിങ്ങൾ ജസ്റ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് ഗെറ്റ് ബാക്ക് അല്ലെങ്കിൽ ഗെറ്റ് എ കോൾ എന്ന് പറഞ്ഞ് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ തീർച്ചയായും കമ്പനി ഡയറക്റ്റ് അവർ എക്സിക്യൂട്ടീവ് വിളിക്കുന്നതാണ്. നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഡീലർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇതിൽ നമുക്ക് നിങ്ങളുടെ ടൗൺ ഏരിയ അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ല നിങ്ങൾക്ക് കൊടുത്തിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ആമസോണിൽ നിന്നും വാങ്ങുകയാണെങ്കിലും ആമസോണിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമസോണിൽ നമ്മൾ സാധനം വേണം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഷോപ്പിലെ ആൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയും അവർ മുഖാന്തരം നിങ്ങൾക്ക് സാധനം ഇൻസ്റ്റാൾ ചെയ്ത് തരും ചെയ്യുന്നതാണ്. അത് കൃത്യമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട്. എയർടെലിൻ്റെ സെറ്റ് ടോപ്പ് ബോക്സ് അതേപോലെ AV കേബിൾ, ഡിഷ് ആൻറ്റിന, റിമോട്ട്, LMB, പിന്നെ കേബിള്, ഇതൊക്കെ നമുക്കിതിൻ്റെ ഒന്നിച്ച് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഷോപ്പ് കീപ്പർ ഡീലർ കോൺടാക്റ്റ് ചെയ്യുകയും അവരുടെ ടെക്നീഷ്യൻ വന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരികയും ചെയ്യുന്നതാണ്. നമുക്ക് ആമസോണിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ തൊട്ടടുത്തുള്ള ഡീലറായിരിക്കും നമുക്ക് സാധനം എത്തിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റാളേഷൻ നടക്കുന്നതാണ്. ഇതാണ് നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഗുണം. അതേപോലെ തന്നെ നമുക്ക് LMB നമുക്ക് ഓരോ LMB ആയിട്ട്, അതായത് എയർടെലിൻ്റെ നല്ലൊരു LMB ആണ് ഇനോർട്ടോ. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, ഇനോർട്ടോ ബ്ലാക്ക് LMB എന്ന് പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു എയർടെലിൻ്റെ LMB. ഈ LMB നമുക്ക് ആമസോണിൽ നിന്നും വാങ്ങാവുന്നതാണ്. റേറ്റ് കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്ക് നാട്ടിൽ ഇതിനേക്കാളും കുറഞ്ഞ റേറ്റിലും ലഭിക്കുന്നുണ്ട്. അതേപോലെ പല വെബ്സൈറ്റിലും പല റേറ്റാണ് ഇതിൻ്റെ. 239 300 രൂപയും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് ഈ LMB മാത്രമായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അതേപോലെ പാക്കേജുകളും നിങ്ങൾക്കിതിൽ സെലക്ട് ചെയ്ത് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൻ്റെ പാക്കേജുകൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഓൺലൈനിലും അതേപോലെ നാട്ടിലെ റേറ്റും രണ്ടും കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് വെച്ചാൽ അത് വാങ്ങുക. അതേപോലെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് എയർടെലിൻ്റെ LMBയും അതേപോലെ സെറ്റ് ടോപ്പ് ബോക്സുമാണ്. നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും. എയർടെലിൻ്റെ LMB ഇനർട്ടോൻ്റെ LMB ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാൻ വേണ്ടി പറ്റും. മാക്സിമം ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. മെയ്ഡ് ഇൻ ചൈനയാണ്. എല്ലാം മേക്ക് ഇൻ ഇന്ത്യ. നോർമൽ എല്ലാത്തിനും സ്റ്റിക്കർ ഒട്ടിക്കുന്നത് പോലെയല്ല, ഇതിൻ്റെ മെയ്ഡ് ഇൻ ചൈന എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനർട്ടോ എന്ന് അതിൻ്റെ എംബ്ലവും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ LMB ആണ് നമുക്ക് ഇപ്പോൾ നിലവിൽ എയർടെലിൻ്റെ കൂടെ ലഭിക്കുന്നത്. നല്ലൊരു LMB ആണ്, നല്ല പെർഫോമൻസോട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ LMB നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി എയർടെലിൻ്റെ ജസ്റ്റ് കവർ നമുക്ക് HDMI കേബിൾ ഇതിൻ്റെ ഒന്നിച്ച് ലഭിക്കുന്നുണ്ട്. ഒരു റിമോട്ട് ലഭിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ചാർജർ ലഭിക്കുന്നതാണ്. ഇതാണ് ബോക്സ്. 1300 രൂപയുടെ ബോക്സ്. ഇനി നമ്മൾ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കൃത്യമായ പെർപെൻഡിക്കുലർ ആയിരിക്കണം. എന്ന് വെച്ചാൽ 90 ഡിഗ്രിയിൽ കൃത്യമായ പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇത് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കണം. അപ്പോൾ അതിന്
ഈ വളരെ ചെറിയൊരു സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ചോ അതല്ല മറ്റെന്ത് സംവിധാനങ്ങൾ ഉപയോഗിച്ചോ ഇത് വളരെ കൃത്യമായിട്ട് പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയിൽ ആണ് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും. രണ്ട് സൈഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൃത്യതകത്ത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നതാണ്. ഇതിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള സിഗ്നലാണ് ഞാനിതിൽ കാണിക്കുന്നത്. 80%, 81% വരെ മാറി മാറി നമുക്ക് സിഗ്നൽ ലഭിക്കുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ സിഗ്നൽ പിടിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ എല്ലാ ചാനലുകളും നന്നായിട്ട് തന്നെ വർക്കിംഗ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇതിൻ്റെ സിഗ്നൽ പിടിക്കുക. പല ആൾക്കാർക്കും സിഗ്നൽ കുറവ് പിടിക്കുന്നതുകൊണ്ടുള്ള ന്യൂനതകൾ വരാറുണ്ട്. ഇതിൻ്റെ TP നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിനകത്ത് ഇനർട്ടോ LMB ആണ്. അതേപോലെ തന്നെ SF 720 സോളിഡിൻ്റെ മീറ്ററാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനർട്ടോ നല്ല പെർഫോമൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ LMB നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചില ആൾക്കാർ 68, 70 ലഭിക്കും തന്നെ. 60 ലഭിക്കുമ്പോൾ അവിടെ വെച്ച് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ചാനലുകളും വർക്കിംഗ് ആയിട്ട് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സിഗ്നൽ നിങ്ങൾക്ക് എത്രത്തോളം മാക്സിമം സിഗ്നൽ എടുക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ മാക്സിമം സിഗ്നൽ എയർടെലിൻ്റെ എടുക്കുക. ഇതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള വീഡിയോ ഇതോടൊപ്പം തന്നെ ഞാൻ ചേർക്കുന്നതാണ്. നിങ്ങൾ ഇത് ഏകദേശം ഈ ഡയറക്ഷനിലായിരിക്കും ലഭിക്കുക. ഡയറക്ഷൻ എന്ന് വെച്ചാൽ അതേപോലെ തന്നെ ഇതിൻ്റെ എലിവേഷൻ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ GSAT 15 സൺ ഡയറക്റ്റ് അല്ലെങ്കിൽ സൺ ഡയറക്റ്റ് HD അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ DD ഫ്രീ ഡിഷ് ഇതിൻ്റെ അടുത്ത് നിന്നും കുറച്ച് വളരെ മൈന്യൂട്ടായിട്ട് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ എയർടെൽ. അതിനേക്കാളും കുറച്ചുകൂടി കുത്തനെ ആവേണ്ട ആവശ്യമുണ്ട്. കാണാൻ വേണ്ടി പറ്റും ഏകദേശം എത്ര കുത്തനെയാണ് ഇത് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഏകദേശം കാണാൻ വേണ്ടി പറ്റും. മാക്സിമം സൂം ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ TP കുറച്ച് നേരത്തെയുള്ള ഇതേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. സ്കിപ്പ് ചെയ്ത് കാണുന്നവർ ദയവായി സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്കിനി സെറ്റ് ബോക്സ് നോക്കാം. ഇതാണ് ഇതിൻ്റെ സെറ്റ് ബോക്സ് വരുന്നത്. എയർടെലിൽ നിന്ന് എഴുതി കാണിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. HDMI പോർട്ട് ഉണ്ട്, പവർ കൊടുക്കാനുള്ള കണക്ടർ ഉണ്ട്. ഇനി ഇത് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഫസ്റ്റ് ടൈം ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് എന്ന് എഴുതി കാണിക്കും. ഇതിൽ കാണുന്നത് പോലെ തന്നെ ഇതിലെ ഓരോ ഓപ്ഷനും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് എന്ന് കൊടുത്ത് ഓക്കെ എന്ന് പ്രസ് ബട്ടൺ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലെ പിക്ചർ ഫോർമാറ്റ് ഏത് രീതിയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സ്വന്തമായി സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് എൻ്റെ സിഗ്നലും നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. അങ്ങനെ ഓരോന്നോരോന്ന് നിങ്ങൾക്ക് സ്വന്തമായി പുതുതായിട്ട് ചെയ്യുന്ന ഒരു സെറ്റ് ബോക്സിനാണ് ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ്റെ ടൈമിലാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതാണ്. കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു പുതിയൊരു റിസീവർ വാങ്ങി വെക്കുകയാണെങ്കിൽ ഇതുപോലെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുന്നതായിരിക്കും. ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട് പവർ സപ്ലൈ കട്ടാവരുത് എന്നുള്ളത് എഴുതി കാണിക്കുന്നുണ്ട്.
ഇത് 100% ആകുന്നതുവരെ അല്പനേരം വെയിറ്റ് ചെയ്യുക. അല്പം ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 100% ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സ്ക്രീൻ ജസ്റ്റ് ഒന്ന് ഓണായി ഓഫായി വരുന്നതാണ്. അതിൽ എയർടെൽ എന്ന് എഴുതി കാണിക്കുന്നതായിരിക്കും. എയർടെൽ ഡിജിറ്റൽ എന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എഴുതി കാണിക്കുന്നതായിരിക്കും. ഇത് ആക്ടിവേറ്റ് അല്ല എന്നാണ് എഴുതി കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വാങ്ങിയ ആളിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫോൺ ചെയ്ത് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിയായി ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലെ HDMI കണക്ടർ കാണാൻ വേണ്ടി പറ്റും. അതേപോലെ AV പോർട്ട് കാണാൻ വേണ്ടി പറ്റും. USB റെക്കോർഡിങ്ങിൻ്റെ പോർട്ടുണ്ട്. അതേപോലെ പവർ സപ്ലൈയുടെ പോർട്ടുണ്ട്. അതല്ലാതെ ഡോൾബി ഡിജിറ്റൽ എന്ന് പറഞ്ഞ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് 5.1 ഔട്ട്പുട്ട് ലഭിക്കുന്നില്ല. ഇത് വളരെ നല്ല ഒരു സെറ്റ് ടോപ്പ് ബോക്സ് ആണ്. നിങ്ങൾക്ക് അതേപോലെ ഇതിൽ സെറ്റിങ്സിൽ കയറിയതിന് ശേഷം ഇതിൽ നിങ്ങൾക്ക് സിസ്റ്റം സെറ്റിങ്സിൽ പോയതിന് ശേഷം ഓഡിയോ സെക്ഷനിൽ പോയതിന് ശേഷം ഇതിൻ്റെ നോർമൽ സ്റ്റീരിയോ എന്നായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് മാറ്റി ഡിജിറ്റൽ എന്നും ഡോൾബി ഡിജിറ്റൽ പ്ലസ് എന്ന ഓപ്ഷനും നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു വാർണിംഗ് കാണിക്കുന്നതാണ്. നിങ്ങളെ TV സപ്പോർട്ട് ചെയ്യുന്നതിൽ അത് വർക്ക് ചെയ്യുന്നതായിരിക്കില്ല എന്ന് ഒരു വാർണിംഗ് കാണിക്കുന്നതായിരിക്കും സേവ് ചെയ്യുന്ന സമയത്ത്. അത് പ്രശ്നമില്ല. നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഓഡിയോ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ഓഡിയോ സെറ്റിങ്സിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റീരിയോ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ബാക്കി ഡോൾബി ഡിജിറ്റൽ എന്നും ഡോൾബി ഡിജിറ്റൽ പ്ലസ് എന്ന ഓപ്ഷനും ഇതിൽ ആക്ടിവേറ്റ് ചെയ്ത് വെച്ച് അതിൻ്റെ സൗണ്ടിൻ്റെ ഗുണനിലവാരം നിങ്ങൾ എല്ലാവരും ആസ്വദിക്കണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇനി ഒന്നുകൂടി നമുക്ക് ട്രാക്കിങ്, അതായത് നമ്മുടെ എയർടെൽ ട്രാക്കിങ് പല ആൾക്കാർക്കും നിലവിൽ ഇപ്പോഴും നമ്മുടെ എയർടെൽ സെറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒന്നുകൂടി ഞാൻ കാണിക്കുകയാണ്. ഇതിൽ TP നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. GSAT 15, അതായത് നമ്മുടെ DD ഫ്രീഡിഷാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 11.0.9.0 വെർട്ടിക്കൽ 2.9.5.0. ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, സിഗ്നൽ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിൻ്റെ സിഗ്നൽ 77%. ഇത് കുറച്ചും കൂടി നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്ക് ഉദ്ദേശം നമ്മുടെ എയർടെൽ സെറ്റ് ചെയ്യുക എന്നതാണ്. ഇതിൻ്റെ പൊസിഷൻ വരുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇതാ ഈ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും, അതായത് ഇവിടെ നിന്ന്, ഇതിപ്പോൾ GSAT 15 നമ്മുടെ DD ഫ്രീഡിഷാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇവിടത്തേക്ക് വരുമ്പോൾ ജസ്റ്റ് വളരെ ചെറിയ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇത്രയും വരുന്ന സമയത്ത് നമുക്ക് എയർടെൽ ലഭിക്കുന്നതാണ്. അതായത് നമുക്ക് ബാക്ക് സൈഡിൽ നിന്നും നമ്മൾ തിരിക്കേണ്ടത് റൈറ്റ് സൈഡിലേക്ക് അല്ല, ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിക്കേണ്ടത്. അതായത് കിഴക്ക് നിന്ന് വടക്ക് ഭാഗത്തേക്ക് തിരിക്കണം. അതായത് ഈസ്റ്റ് നിന്നും നമ്മുടെ
നോർത്തിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിക്കുക. അതായത് ഇത്രയും ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിക്കുന്ന സമയത്ത് നമുക്ക് എയർടെൽ ലഭിക്കുന്നതാണ്. എയർടെൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ DV മീറ്ററിൽ നമ്മുടെ TP എൻ്റർ ചെയ്യുക. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് സിഗ്നൽ കൂട്ടിക്കൊണ്ടുവരാം. ഈ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. ഇനി നമ്മൾ അല്പം ഒന്ന് താഴ്ത്തി കൊടുക്കുക. അതായത് നമ്മുടെ DD ഫ്രിഡിഷിനേക്കാളും കുറച്ചുകൂടി ഒന്ന് താഴേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല സിഗ്നൽ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ കുറച്ച് സിഗ്നൽ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. നേരത്തെ ഞാൻ കാണിച്ച TPയിൽ 65-67% വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മെല്ലെ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൂട്ടി എടുക്കുക. 68 ഇപ്പോൾ 71%. അങ്ങനെ മെല്ലെ നമ്മൾ സിഗ്നൽ കൂട്ടിയെടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് മാക്സിമം സിഗ്നൽ നിങ്ങൾ കൂട്ടിയെടുക്കുക. ഞാൻ നേരത്തെ ട്രാക്ക് ചെയ്തത് 80% വരെ ട്രാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, സിഗ്നൽ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ മാക്സിമം സിഗ്നൽ കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം നല്ല സിഗ്നൽ മഴക്കാലത്തും നമുക്ക് നല്ല സിഗ്നൽ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് സിഗ്നൽ കട്ടായി നമുക്ക് ചാനൽ ലഭിക്കാതിരിക്കുന്ന അവസ്ഥയും നമുക്കൊരുവിധം നമുക്ക് തടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്, അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാക്സിമം സിഗ്നൽ എടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.